ഞങ്ങളുടെ കുഞ്ഞിനെ നശിപ്പിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും ഈ വീട്ടിലെ മറ്റാർക്കും സാധിക്കില്ല. വേണമെങ്കിൽ നിനക്കതിന് സാധിക്കും. ഹലോ മാഡം, നമ്മൾ സംസാരിച്ചു കഴിഞ്ഞതല്ലേ, പിന്നെ എന്തിനാ വീണ്ടും വിളിക്കുന്നേ? നിന്റെ പുറകെ നിന്നില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. ആവശ്യം ഞങ്ങളുടേതല്ലേ. അല്ല, നാളെ നീ എപ്പോ എത്തും? അത് പിന്നെ എന്താ ഒരു പിന്നെ മുന്നേ മടങ്ങി വരാൻ ഉദ്ദേശമില്ലേ? അതോ അവിടെ നിന്ന് പുറപ്പെട്ടു പോന്നിട്ട് പാതി വഴിയിൽ വല്ലവന്റെ കൂടെ മുങ്ങാൻ പ്ലാൻ ചെയ്യുവാണോ നീ? വല്ലവന്റെയും കൂടെ മുങ്ങാനോ? എന്താ മാഡം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? അയ്യോടാ, ഒന്നും അറിയാത്തൊരു കൊച്ചുകുട്ടി. നോക്ക്, MBBS സ്റ്റുഡൻ്റാണ് നീ. മിനിമം മാന്യതയും സത്യസന്ധതയും ഒക്കെ ആവാം. ഇനി അതൊന്നും നിന്നെ തൊട്ട് തീണ്ടിയിട്ടില്ലെങ്കിൽ മഹേശ്വരി കുഞ്ഞമ്മ ഒരു ഫൂളാണെന്നെങ്കിലും കരുതാതെ ഇരിക്കണം. പൗർണമിയിൽ നിന്നും ചാടിപ്പോയ ശേഷം നീ ഒരുത്തന്റെ കൂടെ ട്രാവൽ ചെയ്യുന്നത് കണ്ടല്ലോ. എന്താ നിനക്കതിനെ പറ്റി പറയാനുള്ളത്? മാഡം, അതും ഇതും ഒന്നും പറഞ്ഞ് നീ ജയിക്കാൻ ശ്രമിക്കരുത്. നീ കാറിൽ കയറി പോകുന്നത് സ്വന്തം കണ്ണുകൊണ്ട് കണ്ടവളാ ഞാൻ. ആരാ നിന്നെ വണ്ടിയുമായി വന്ന് കൊണ്ടുപോയവൻ? അവനുമായി എന്താ നിന്റെ ബന്ധം? അങ്ങനെയൊന്നും ഇല്ല മാഡം. എന്റെ ഒരു പരിചയക്കാരനാ, ജസ്റ്റ് ഒരു ഫ്രണ്ട്, അത്രേ ഉള്ളൂ. അയ്യോടാ, ഞാനതങ്ങ് വിശ്വസിച്ചു. ഒരു കണക്ഷനും ഇല്ലാത്ത ഈ നാട്ടിൽ നിനക്ക് എവിടുന്ന് കിട്ടി ഈ പരിചയക്കാരനെ? സത്യയുടെ കൂടെ ഇന്റർനെറ്റ് കഫേയിൽ പോയപ്പോഴും സിറ്റിയിൽ നിന്നോടൊപ്പം സംസാരിച്ചു നിന്നത് ഇതേ വ്യക്തിയല്ലേ? നാട്ടിലേക്ക് പോകും വഴി അവൻ നിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ചല്ലേ നിന്റെ ഫോൺ മിസ്സായത്. എന്താ മറുത്തെന്തെങ്കിലും പറയാനുണ്ടോ നിനക്ക്? ഇതൊക്കെ മാഡം എങ്ങനെ അറിഞ്ഞു? അതെ, എന്റെ പേര് മഹേശ്വരി എന്നാ. മഹാദേവനെ പോലെ എനിക്കൊരു മൂന്നാം കണ്ണുകൂടിയുണ്ടെന്ന് ബോധ്യപ്പെട്ടല്ലോ നിനക്ക്. നീ എങ്ങോട്ട് തിരിഞ്ഞാലും ഏത് അവന്റെ കൂടെ കറങ്ങിയാലും നിന്റെ പുറകെ എന്റെ കണ്ണുണ്ടാവും. ദേ, ഒറ്റ കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ പേരക്കുട്ടിയെ ഇങ്ങ് പ്രസവിച്ച് തരുന്നതുവരെ കണ്ടവന്റെ കൂടെ പോയി ഒരുമാതിരി വൃത്തികെട്ടം വികട സരസ്വതി നാവി വിളയാടി നിൽക്കുമ്പോ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. കാര്യം നിനക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതെ മാഡം, മതി. സഹിക്കുന്നതിലും കേൾക്കുന്നതിലും ഒക്കെ ഒരു ലിമിറ്റ് ഉണ്ട്, അതുകൂടെ ഓർക്കണം. നിങ്ങളുടെ മകന്റെ കുഞ്ഞിനെ എന്റെ ഉദരത്തിൽ ചുമക്കുന്നുണ്ടെന്ന് കരുതിയേ ഞാൻ നിങ്ങളുടെ മരുമകളൊന്നും അല്ലല്ലോ. അമ്മായിയമ്മ പോരെ എന്റെ അടുത്ത് ഇറക്കാൻ മെനക്കെടരുത്. ഒരുപാടങ്ങേ എന്റെ തലയെ കയറി ഭരിക്കാനും ഞാൻ സമ്മതിച്ചു തരില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാനുള്ള മാന്യതയെങ്കിലും കാണിക്കണം. കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നാളെ അങ്ങോട്ട് തിരിച്ചെത്തിയിട്ട് സംസാരിക്കാം. വേഷം കെട്ടെടുക്കാൻ തുടങ്ങിയല്ലടി. ഇങ്ങോട്ട് വാ, നീ വരച്ച വരെ നിർത്തി കാണിച്ചു തരാൻ ഞാൻ.